ഈ തേങ്ങാക്കറി മത്തിയാണ്. ആവശ്യമുള്ളവ തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. 2 പിടി തേങ്ങ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് സവാളയാണിത്, കൊച്ചുള്ളിയില്ല, അതുകൊണ്ട് ഒരു ചെറിയ സവാള. നമുക്കിനി ഇതിലേക്ക് പൊടികളിടാം. മഞ്ഞൾപ്പൊടി, അല്പം മാത്രം മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഇടാം, 1/2 സ്പൂൺ മുളക് പൊടി, ഇത്രയും പെരുംജീരകം. നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇങ്ങനെ ഒന്ന് ചതച്ച ശേഷമാണ് വെള്ളം ഒഴിക്കുന്നത്. വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. അരപ്പ് നന്നായി തന്നെ അരഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് ചട്ടിയിലേക്ക് ഒഴിക്കാം. ഇപ്പം വെള്ളം കൂടെ ചേർത്ത് കലക്കി ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു 3-4 കഷ്ണം പുളിയിടാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, 2 പച്ചമുളക്, കറിവേപ്പില ഇതും കൂടി ഇടാം. അല്പം ഉപ്പും കൂടെ കലക്കി നമുക്ക് തീ കത്തിക്കാം. അടുപ്പിൽ വെച്ചിട്ടുണ്ട്, തീ കത്തിക്കാം. ഇതൊന്ന് തിളക്കട്ടെ. നമുക്ക് അടച്ച് വെച്ച് തിളയ്ക്കുന്നവരെ കാത്തിരിക്കാം. തിളച്ച ശേഷം നമുക്ക് മീനിടാം. കറി നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് തന്നെ തിളക്കട്ടെ. ഞാൻ ഈ ലിഡ് എടുത്ത് കഴിഞ്ഞാൽ ആവി മുകളിലോട്ട് പറക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. എന്തായാലും കറി നല്ലോണം തിളക്കട്ടെ. നമുക്കിപ്പോൾ ഇതിലേക്ക് മീനിടാവുന്നതാണ്. ജസ്റ്റ് നല്ലപോലെ ഒന്ന് എല്ലാ ഭാഗത്തെയും ഒന്ന് തിളച്ച് വരട്ടെ. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ലിഡ് എടുക്കാം. ഓക്കെ, നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിടാം. നമുക്കിപ്പോൾ മത്തിയാണ് കിട്ടിയിരിക്കുന്നത്. മുറിച്ചിട്ടില്ല, നേരെ തന്നെ ഇടുകയാണ്. ഒരു മീൻ ഫുള്ളായിട്ടാണ് കേട്ടോ. ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. മീനിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതൊന്ന് ഇളക്കാം. പിന്നെ ഇത് ഇളക്കാൻ പാടില്ല, കാരണം ഇത് പൊടിഞ്ഞു പോകുന്നതാണ്. ഇളക്കിയിട്ടുണ്ട്. ഇത് ഒന്നും കൂടെ ഒന്ന് തിളച്ച ശേഷം നമുക്ക് തീ കുറച്ച് വെച്ച് വേവിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. മീനിട്ട ശേഷമുള്ള തിളയാണ്. നമുക്കിനി തീ സിമ്മിലാക്കി വെക്കാം, കുറച്ച് വെക്കാം. അവിടെ നിന്ന് വേവട്ടെ. ഏകദേശം ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. ഏകദേശം ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി ആയ പൊടിഞ്ഞു പോവും. കുറച്ചുകൂടെ നേരം ഇരിക്കട്ടെ. വെന്തില്ല, വേവാനുണ്ട്. നമുക്ക് കറി വെന്തിട്ട് കാണാം. നമ്മുടെ മീൻ കറി ഇവിടെ വെന്തിട്ടുണ്ട്. ആവി പറക്കുന്നു. വെന്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം, ഇവിടെ ഇത്രയും വെള്ളം വേണം കേട്ടോ. നമുക്കിനി ഇതിലേക്ക് അല്പം ഉലുവാപ്പൊടി ചേർക്കാം. ഉലുവാപ്പൊടി ചേർത്തു. കറിവേപ്പില ചേർത്തു. നമുക്കിത് തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്ത് നമുക്കിങ്ങനെ തന്നെ അടച്ച് വെക്കാം. എന്തായാലും നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.